ഇന്നലത്തേതിൽ നിന്നും നേരിയ നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. എങ്കിലും വിൽപ്പന തുടരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിപണിയിൽ വിൽപ്പന സജീവമായിരുന്നു. പ്രത്യേകിച്ചും രണ്ടാം നിര ചെറുകിട ഓഹരികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിൽപ്പനയാണ് കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ നടന്നിരുന്നത്. ചെറുകിട നിക്ഷേപകർ വിപണിയിൽ നിന്നും വിറ്റൊഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത് കാണിക്കുന്നത്. കാരണം നിക്ഷേപ സ്ഥാപനങ്ങൾ സജീവം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ഒപ്പം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുകിട നിക്ഷേപകർ വിപണിയിൽ വിൽപ്പന നടത്തുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് രണ്ടാം തര ചെറുകിട ഓഹരികളിൽ കാണുന്ന ഈ ഒരു വിൽപ്പന സമ്മർദ്ദം പ്രധാനപ്പെട്ട ഒരു കാരണം. ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. പ്രത്യേകിച്ചും ആഗോള വിപണികളുടെ കാര്യത്തിൽ US, യൂറോപ്യൻ വിപണികളിലെല്ലാം നേട്ടം തന്നെയാണ്. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ പലതരം നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിപണിയിലും ഇന്ന് നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. എങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപകർ ഈ രീതിയിൽ വിപണിയിൽ വിട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ വിൽപ്പന തുടരുന്നത് ഒരു പരിധിവരെ രണ്ടാം തര ചെറുകിട ഓഹരികളെ സാരമായി ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് അത്തരം ഓഹരികളിൽ മാത്രം ഒരു വിൽപ്പന സമ്മർദ്ദം തുടരുന്നതും. എന്തായാലും മുൻനിര ഓഹരികളിൽ അത്ര കാര്യമായ ഒരു വിൽപ്പന ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. മുൻനിര സൂചിയായി നിഫ്റ്റി 25,000 എന്ന നിലവാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. 24,800 എന്ന നിലവാരത്തിൽ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ഒരു നിലവാരത്തിന് മുകളിൽ വ്യാപാരം തുടർന്ന് നടക്കുകയും 25,000 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ സാങ്കേതികമായും വിപണി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുള്ളൂ. ഒട്ടുമിക്ക മേഖലകളിലും കഴിഞ്ഞ ദിവസം വിൽപ്പന സമ്മർദ്ദം പ്രകടമായിരുന്നു. ബാങ്കിങ്, IT മേഖലയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന നിലയ്ക്ക് നിക്ഷേപ താല്പര്യം ഉണ്ടാവേണ്ടത്. ആ 2 മേഖലയിലും നിക്ഷേപ താല്പര്യം തുടരുകയാണ്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച 25,000 എന്ന നിലവാരത്തിലേക്ക് നിഫ്റ്റി എത്താനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് ആഗോള ഘടകങ്ങൾ അനുകൂലമാവുക എന്നുള്ളതും ഒപ്പം തന്നെ ചെറുകിട നിക്ഷേപകരുടെ ഒരു നിക്ഷേപ താല്പര്യം തുടരുക എന്നുമാണ്. ഈ 2 ഘടകങ്ങളും നിലനിൽക്കുമ്പോൾ മാത്രമേ ഇനി വിപണി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുള്ളൂ. എന്തായാലും ഇന്നലത്തേതിൽ നിന്നും നേരിയ നേട്ടത്തിലോ അല്ലെങ്കിൽ മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക.